അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിൽ വിശ്വാസികളായ നാമൊക്കെയും ശീലിക്കുന്ന മൂല്യങ്ങളിൽ, ഗുണഗണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശുക്ർ അഥവാ നന്ദി എന്ന് പറയുന്നത്. വിശ്വാസി ഒരു നന്ദിബോധമുള്ളവനായിരിക്കണം. തനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ, അനുഭവങ്ങളിൽ, സന്തോഷങ്ങളിൽ എപ്പോഴും നന്ദി പ്രകടിപ്പിക്കുന്നവനാകുക എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമാണ്. നന്ദി ഉണ്ടാവേണ്ടത് പ്രവാചകർ പറയുന്നു രണ്ട് ഘടകങ്ങളായിട്ടാണ്. ഒന്ന്, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോട്, തന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും തൻ്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നൽകുകയും ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അള്ളാഹുവിനോട് നിരന്തരം നന്ദിയുള്ളവനാകുക. ആ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ആരാധനയുടെ രൂപത്തിൽ, അനുസരണയുടെ രൂപത്തിൽ, വഴിപ്പെടുന്നതിന്റെ രൂപത്തിൽ, നിരന്തരം അള്ളാഹുവിനെ വാഴ്ത്തിപ്പറയുന്നതിന്റെ രൂപത്തിൽ അള്ളാഹുവിനോട് അവൻ ചെയ്ത ചെറുതും വലുതുമായ മുഴുവൻ ഗുണഗണങ്ങൾക്കും നന്ദിയുള്ളവനായിക്കൊണ്ടേയിരിക്കുക. വഷ്കുറുനി വല തക്ഫുറൂൻ. നന്ദിയുള്ളവരാകുക എന്നത് വളരെ പ്രധാനമാണ്. നന്ദിയില്ലാതാവുക എന്നത് ദൈവത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹുവിനോട് നിരന്തരം നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നർത്ഥം. രണ്ടാമത്തത്, കൂടെ ജീവിക്കുന്ന മനുഷ്യരോടുള്ള നന്ദിയാണ്. മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ല. ഈ പ്രപഞ്ചത്തിൽ തൻ്റെ കൂടെയുള്ള മനുഷ്യരോട് നന്ദി കാണിക്കാത്ത ഒരാൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല എന്നാണ് അർത്ഥം. കാരണം അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളും അനുഭവങ്ങളുടെയും എല്ലാം മാധ്യമമാകുന്നത്, നിമിത്തമാകുന്നത്, ഉപാധിയാകുന്നത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരാണ്. അവരോട് നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനവുമാണ്. നിങ്ങൾക്കാരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഗുണം ചെയ്താൽ നിങ്ങളത് തിരിച്ചു നൽകണം. തിരിച്ചു നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് നന്ദിയും ഒരു സന്തോഷവും പങ്കുവെക്കുകയെങ്കിലും ചെയ്യണം. അത് ചെയ്താൽ അത് വലിയ മഹത്തരമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ അനുഗ്രഹങ്ങൾ മറ്റൊരാൾ ചെയ്യുകയും വാക്കുകൾ കൊണ്ടത് പറയുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്താൽ അത് അയാൾക്ക് ഏറ്റവും അദ്ദേഹത്തിന്റെ മാഹാത്മ്യത്തിന് ഗുണകരമാകുന്ന ഒന്നാണ്. ആരെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ അതൊരു നന്ദികേടാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത് കാണാം. നിരന്തരം ജീവിതത്തിൽ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോട്, പടച്ച തമ്പുരാനോടും പടപ്പുകളോടും നന്ദിയുള്ള മനുഷ്യൻ ഈ ഭൂമിയിൽ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, അനുഗ്രഹിക്കപ്പെടുന്ന, സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.